കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയങ്ങളെക്കുറിച്ചാണ്. ഈ ആഴ്ച നാം പഠിക്കുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ സാക്ഷ്യങ്ങൾ എന്നുള്ള 6-ാമത്തെ പാഠമാണ്. ഈ 6-ാമത്തെ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഈ ചർച്ചയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റേഴ്സ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി പാസ്റ്റർ. നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യങ്ങളാണ് നാം ഈ ആഴ്ചയും പഠിക്കുവാൻ പോകുന്നത്. യോഹന്നാൻ സ്നാപകൻ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിച്ചതും ആയതുപോലെ ശമരിയക്കാർ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും നാം കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതായ ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. മനപ്പാഠവാക്യം ലഭിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 32-ാം വാക്യമാണ്. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പാസ്റ്ററെ, കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ താനുമായി ഒരു താരതമ്യം ചെയ്യുന്നു. എങ്ങനെയാണ് അവർ തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യോഹന്നാൻ തന്നെ പറയുന്നത്? യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചും തന്നെക്കുറിച്ചും പറയുന്നത് എപ്പോഴും ഒരു താഴ്മയുടെ മനോഭാവത്തോടു കൂടി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ താൻ കുറയണം, യേശുവോ വളരണം. അതാണ് പറയുന്നത്. ഞാനോ കുറയണം, അവനോ വളരണം എന്ന് യോഹന്നാൻ സ്നാപകൻ പ്രസ്താവിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യം, അതായത് മനപ്പാഠവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ ഉയർത്തി കാണിക്കേണ്ടത് ആവശ്യമാണ്. കാരണം യേശുവിലേക്ക് നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ തക്കമാണ് ആഗ്രഹിച്ചത്. ഞാനോ കുറയണം, അവനോ വളരണം. ഞാൻ താഴ്മയുള്ളവനാണ്, എന്നേക്കാൾ എത്രയോ വലിയവനാണ് ക്രിസ്തു എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. പാസ്റ്റർ, യോഹന്നാൻ ഒരു താഴ്മയുടെ മനോഭാവമുള്ളവനായിരുന്നു. എന്നിരുന്നാലും വളരെ കർക്കശക്കാരനായിരുന്നു. താൻ പറയേണ്ടതായ ദൂതുകളൊക്കെയും ആരുടെയും മുഖത്ത് നോക്കി പറയുകയും ഓരോ അവസരത്തിൽ സർപ്പസന്തതികളെ എന്നുള്ളതായ ആഹ്വാനത്തോടു കൂടെ തന്നെ നേതാക്കന്മാരെ നേരിടുന്നതായ ഒരു പ്രവാചകനായിരുന്നു യോഹന്നാൻ. ഈ യോഹന്നാനിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് താഴ്മയുടെ പാഠം പഠിക്കുവാൻ കഴിയുന്നത്? വളരെ കർക്കശമായ നിലപാട് യോഹന്നാൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അത്രമാത്രം ഗൗരവമേറിയ ഒരു ശുശ്രൂഷയാണ് യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ ലളിതമായ രീതിയിൽ യേശുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല. യേശുവിനെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ ഭാഷയും ഭാഷാശൈലികളൊക്കെ മാറുന്നത്. അപ്പം വലിയൊരു ഉദ്ദേശത്തിന് വേണ്ടി വരുന്ന കർത്താവായ യേശുവിനെ വലുതായിട്ട് തന്നെ ചിത്രീകരിക്കുക. അദ്ദേഹത്തിൻ്റെ സന്ദേശം വളരെ അതിമനോഹരമായിരിക്കും. അദ്ദേഹത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപങ്ങളെ മോചിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലയിൽ യോഹന്നാൻ വളരെ മൃദുവായ സമീപനം തൻ്റെ പ്രസംഗത്തിൽ നടത്തിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും രൂപത്തിലും ഒക്കെ അദ്ദേഹം വളരെ താഴ്മയുള്ളൊരു മനുഷ്യനായിരുന്നു. കാരണം ബൈബിളിൽ പരിശോധിച്ചാൽ ആർക്കും പകരം വെക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം യേശുവിൻ്റെ ചർച്ചക്കാരനാണ്. 6 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരു കസിൻ ബ്രദറാണ്. കാരണം എലിസബത്തിൻ്റെ ചർച്ചക്കാരിയാണ് മറിയുടെ മകൻ യേശു. പക്ഷേ ഒരു കസിനായിരിക്കുന്ന യേശുവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് പോലും ചുമപ്പാൻ, അഴിക്കാൻ മാത്രമല്ല അത് ആ ചെരുപ്പ് ചുമക്കുവാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. അവന് വളരണം, ഞാനോ കുറയണം. എപ്പോഴും യേശുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ താഴ്മയിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതായിരുന്നു. യോഹന്നാൻ്റെ വലിയ താഴ്മയാണ് അവനെ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന പ്രകീർത്തിക്ക് പാത്രമാക്കിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യോഹന്നാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആ ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ യഥാർത്ഥമായി യോഹന്നാനെ പോലെ ഒരു നല്ല ദൈവവേലക്കാരനായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു വിശ്വാസിയായി നിലകൊള്ളാനും സാധിക്കുകയുള്ളൂ. പാസ്റ്റേഴ്സ്, യോഹന്നാൻ താഴ്മയുടെ അനുഭവമുള്ളവനായിരുന്നു. ഈ യോഹന്നാൻ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് അസാധാരണമായ പ്രസ്താവനകൾ ഇറക്കി. നാം വേദപുസ്തകത്തിൽ മുഴുവനും വായിച്ചാൽ യോഹന്നാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് പോലെ വേറെ ആരും യേശുക്രിസ്തുവിനെക്കുറിച്ച് ആ തരത്തിൽ പറഞ്ഞിട്ടില്ല. യോഹന്നാൻ്റെ പ്രസ്താവനകൾ എന്തെല്ലാമാണ്? അതിൻ്റെ പ്രസക്തി എത്രമാത്രം വലുതാണ്? പ്രധാനമായി യോഹന്നാൻ യേശുവിനെക്കുറിച്ച്
അസാധാരണമായുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയത്, ഒന്ന്, ഇത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. 2, വീശുമുറം കയ്യിലുള്ളവൻ എന്നാണ്. 3, നന്മയും തിന്മയും വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ കളയും പതിരും വേർതിരിക്കുന്നവൻ എന്നാണ് പ്രസ്താവിച്ചത്. അപ്പം യോഹന്നാൻ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മെശിഹാത്വത്തെക്കുറിച്ചും അതുപോലെ ക്രിസ്തു ദൈവമാണ് എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നതോടൊപ്പം തന്നെ കുഞ്ഞാട് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ പാപം ചുമന്നുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി മരിക്കുന്ന, അല്ലെങ്കിൽ ഏക പാപയാഗമായി തീരുന്ന ആ കുഞ്ഞാടിനെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ന്യായവിധിയുടെ ഒരു ഭാഗമായിക്കൊണ്ട് വീശുമുറം കയ്യിലുള്ളവൻ, പതിരിനെയും കതിരിനെയും വേർതിരിക്കുന്നവൻ എന്ന് എന്ത് ചെയ്തു, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നന്മയും തിന്മയും വേർതിരിക്കുന്നവൻ എന്ന് ക്രിസ്തുവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. പാസ്റ്റർ ബിനോയ്, കർത്താവായ യേശു ക്രിസ്തു മറ്റാരുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്തതായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. എന്നിരുന്നാൽ യോഹന്നാൻ സ്നാപകൻ ഇതുപോലുള്ളതായ അനേക പ്രസ്താവനകൾ കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ വർണ്ണന എങ്ങനെയാണ് യോഹന്നാന് ഇത് മനസ്സിലായത്? എങ്ങനെയാണ് യോഹന്നാൻ ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നും മശിഹായാണ് എന്നും ഈ മശിഹായുടെ ദൗത്യം ഇന്നതാണെന്നും യോഹന്നാന് എങ്ങനെയാണ്? യോഹന്നാൻ ഒരു പുരോഹിതൻ്റെ മകനായിരുന്നു. തൻ്റെ പിതാവ് യാഗം കഴിക്കുന്ന ഒരുപാട് താൻ കണ്ടിട്ടുണ്ട്. കാരണം പഴയ നിയമ പശ്ചാത്തലമാണ്. തൻ്റെ പിതാവ് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കുന്ന ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് പോയി യാഗം കഴിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ യോഹന്നാന് തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമാണ് ഇതെല്ലാം. വാസ്തവത്തിൽ യോഹന്നാനെ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ് ദൈവം യോഹന്നാനെ വിളിച്ച് വേർതിരിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞ പോലെ യോഹന്നാൻ നടന്ന ഏറ്റവും ഗംഭീരമായ പ്രസ്താവന, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാരണം യേശുവിനെ പത്രോസ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ മുഴു ലോകത്തിനെയും പാപത്തെ ചുമക്കുവാൻ ശേഷിയുള്ള രക്ഷകനായി ആയ ഒരു യാഗമൃഗമാണ്, ഒരു ബലിമരണം നടത്തേണ്ട വ്യക്തിയാണ് എന്ന് കാണിച്ച ഏക വ്യക്തി എന്ന് പറയുന്ന യോഹന്നാനാണ്. ആ യോഹന്നാൻ്റെ പ്രസ്താവന യെശയ്യാ പറഞ്ഞ 53-ാം അധ്യായത്തിൽ യേശുവിനെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ ദർശനം, അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്. യോഹന്നാൻ്റെ പ്രസ്താവനകൾ എക്കാലത്തും എല്ലാവരും ഓർത്തിരിക്കുന്നതായ പ്രസ്താവനകളാണ്. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് നേരത്തെ പറയുകയുണ്ടായി. വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യവും അതാണ്. മശിഹായും കുഞ്ഞാടും ഇത് രണ്ടും രണ്ട് തലങ്ങളിലുള്ളതായ കാര്യാദികളാണ്. കുഞ്ഞാട് എന്ന് പറയുന്നത് ഒരു യാഗമൃഗമാണ്. മശിഹ എന്ന് പറയുന്നത് രക്ഷിതാവാണ്, അഥവാ ദൈവത്തിൻ്റെ പുരുഷനുമാണ്. ഇതെങ്ങനെയാണ് ഈ രണ്ടും ഒരു വ്യക്തിയിൽ സംയോജിതമാകുന്നത്? നമ്മൾ ഏദൻ പ്രദേശയിൽ കാണുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണ്. അതുപോലെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപം തെറ്റിപ്പോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി ദൈവം അയച്ച ഒരു മുഖാന്തരം, ഒരു മീഡിയ, ഒരു യാഗമൃഗമായി കുഞ്ഞാടായി മാറുകയാണ്. യോഹന്നാൻ്റെ ദൃഷ്ടിയിൽ പോലും യേശുവിനെ കുഞ്ഞാടായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ കുഞ്ഞാട് ഒരു രക്ഷകനായി, ഒരു മശിഹായി മാറുന്നത് കുഞ്ഞാടിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. വാസ്തവത്തിൽ ജനങ്ങൾക്കെല്ലാം ഒരു കുഞ്ഞാടിനെ അറിയാൻ ആഗ്രഹമില്ല, ഒരു രക്ഷകനെ ചൂണ്ടിക്കാണിക്കാൻ ഇഷ്ടമാണ്. അതാ രക്ഷകൻ. പക്ഷേ ആ രക്ഷകന് ഈ കുഞ്ഞാട് ഏതെല്ലാം തലത്തിലൂടെ കടന്നു ചെന്നിട്ടാണ് ഒരു രക്ഷകനായത്. ഒരു ദിവസം കൊണ്ട് സാധ്യമല്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ നിരന്തരമായ പ്രാർത്ഥനയും ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധവും ദൈവം തന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ടാണ് ആ കുഞ്ഞാട് കൊലക്കളത്തിൽ കാൽവറിയിലെ ക്രൂശിൽ ഒരു യാഗമൃഗമായി മാറുന്നത്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാ വളരെ ഭംഗിയായിട്ടാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെപ്പോലും രോമം കത്തിരിക്കുന്നതിനുള്ള മുമ്പാകെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ആയിരുന്നു. പക്ഷേ ക്രിസ്തു എന്ന് മനുഷ്യരാശിയുടെ പാപത്തിനു വേണ്ടി ഒരു കുഞ്ഞാടായി മാറുകയായിരുന്നു. കുഞ്ഞാട് എന്ന് വിളി കേൾക്കുക മാത്രമല്ല ചെയ്തത്, ആ ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ചപ്പോഴാണ് ലോകത്തിൻ്റെ രക്ഷകനായി മാറുന്നത്. അപ്പോൾ രക്ഷകൻ, വിമോചകൻ, രക്ഷകനൊക്കെ ആയി മാറണമെങ്കിൽ അതിനു മുമ്പിലുള്ള ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. അതിനെ ശിരസ വഹിച്ച് അതിനെ വിധേയപ്പെട്ടതുകൊണ്ടാണ് കുഞ്ഞാടിനിൽ ഒരു ശക്തനായ മശിഹായെ കാണുവാനൊക്കെയാണ് നമുക്കിടയായി.
പാസ്റ്റൽസ്, കർത്താവായ യേശു ക്രിസ്തുവിനെ അനേകർ തെറ്റിദ്ധരിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ധരിക്കപ്പെടുന്നു. എങ്ങനെയാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇത്രയും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതായ ഭാഷയിൽ ലളിതമായ രീതിയിൽ യേശു ക്രിസ്തു ഉപമകളിലൂടെയും കഥകളിലൂടെയും അവതരിപ്പിക്കുമ്പോഴും യേശു ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും വചനത്തിലുള്ളതായ അറിവില്ലായ്മ, അഥവാ ഉദാഹരണത്തിന് യോഹന്നാൻ ക്രിസ്തുവിനെ കുഞ്ഞാടെന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ എന്താണ് കുഞ്ഞാടിൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യാഗാദി കർമ്മങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ എന്ത് ചെയ്യുന്നത്, അവർ തെറ്റിദ്ധരിക്കുന്നത്. ക്രിസ്തു ഇതുപോലെ ഓരോ സൂചനകളിലൂടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഉപമകളിലൂടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സൂചനകളെയും ഉപമകളെയും മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് വചനത്തിലുള്ളവരുടെ അറിവ് കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാസ്റ്റർ, യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ തിട്ടമായിട്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അഥവാ വരാനിരിക്കുന്നതായ മശിഹ ഇവനാണ് എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഭൂരിപക്ഷം പേരും ആ കാലഘട്ടത്തിൽ അതിന് വിരുദ്ധമായും അതിനെതിരായും പ്രവർത്തിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നതായ ഒരു കാലഘട്ടമാണ്. എങ്ങനെയാണ് ഭൂരിപക്ഷം എപ്പോഴും ശരിയല്ല എന്ന് ഈ കാര്യത്തിലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിലും, പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് വേണ്ടിയുള്ളതായ വിധി പ്രസ്താവനയിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ ലോകം മുഴുവൻ ഭൂരിപക്ഷം എപ്പോഴും ഒരു ഭൂരിപക്ഷത്തെ പിന്താങ്ങി ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയപ്പെട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ പരക്കെ നമ്മൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്. യേശുവിൻ്റെ കൂടെ ഭൂരിപക്ഷം അല്ല ശരിയായ ഇതെന്ന് യോഹന്നാൻ പറയുന്നതിന് പ്രധാന കാരണം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതുപോലെ തന്നെ 7 അപ്പം കൊണ്ട് 7000 പേരെ. 7ഉം 5000 ഒക്കെ ജനസംഖ്യ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വളരെ ഭംഗിയായിട്ടറിയാം ഇത് കേവലം ഒരു മനുഷ്യനെ മജീഷ്യൻ കാണിക്കുന്ന രീതികളല്ല, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടും അത് ഗ്രഹിപ്പാൻ അവർക്ക് കഴിയാതെ പോകുന്നത് ശരിയായ രീതിയിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. ഇന്നും ഭൂരിപക്ഷം അത് അവസാനം നമ്മൾ തെളിയുകയാണ് ഭൂരിപക്ഷമല്ല ശരിയെന്ന്. കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്ന ആൾക്കാർ അവസാനം വെറും 12 പേരായി ചുരുങ്ങിയപ്പോഴും കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെന്ന്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സത്യത്തെ വില കൽപ്പിക്കുന്നത് ഈ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. സത്യം എപ്പോഴും സത്യം തന്നെയാണ്. ഒറ്റ വ്യക്തിയെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ പോലും ആ വ്യക്തിയെ സ്വീകരിക്കാൻ ദൈവം സത്യവാനായതുകൊണ്ടാണ്. കർത്താവിൻ്റെ വാഗ്ദത്തം സകല മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷേ ആ വാഗ്ദത്തം പാലിക്കാൻ ഒരു വ്യക്തിയോ ഉള്ളെങ്കിൽ പോലും കർത്താവ് വരാതിരിക്കത്തില്ല. അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തിനാ ഇത്രയും ബന്ധപ്പെട്ട് വരുന്നതെന്ന് ചിന്തിക്കുന്നവനല്ല. പക്ഷേ ശരിയായ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഒറ്റ വ്യക്തിയായാലും ആ വ്യക്തിയെ ചേർക്കാൻ വരുന്നവനാണ് നമ്മുടെ ദൈവം. നാം ഒരു മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കൂട്ടം, ദൈവത്തിൻ്റെ ജനം, ദൈവകൽപ്പന അനുസരിക്കുന്നവർ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കാണുന്നവരെല്ലാവരുമല്ല, വളരെ ചുരുക്കം പേർ മാത്രമാണ്. അതിനകത്ത് കർത്താവിന് തെറ്റുപറ്റിയിട്ടുമില്ല. യഥാർത്ഥമായി ദൈവത്തിൻ്റെ സത്യത്തോട് പ്രതിബദ്ധതയോടെ അതിനെ അംഗീകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ദൈവത്തിന് ആവശ്യം, ഭൂരിപക്ഷത്തെ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാസ്റ്റൽസ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു? കർത്താവായ യേശു ആരായിരുന്നു, എന്തായിരുന്നു എന്നാണ് ദൈവം സാക്ഷ്യം വഹിച്ചത്? ദൈവം സാക്ഷ്യം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്, ദൈവം പറയുന്നത് ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് വരാൻ തയ്യാറായ എൻ്റെ പ്രിയപുത്രനാണ് യേശു എന്നാണ് ദൈവം യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നു എന്ന് ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നും ഒക്കെ നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു ദൈവം വന്ന് ഒരു കുഞ്ഞാടാകുക, ഒരു യാഗമായി തീരുക, ആ യാഗത്തിലൂടെ മനുഷ്യരാശി മുഴുവനും രക്ഷ നേടുക, ഇതൊക്കെയും ഒരു മാനുഷികമായ ചിന്തയിലോ നമ്മുടെ ഈ ചെറിയ മനസ്സിലോ അത് മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി ആ പാപത്തിന് പരിഹാരമാകേണ്ടതിന് ദൈവത്തിൻ്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്നത്. മനുഷ്യൻ അത് തിരിച്ചറിയുന്നതായ നാളിൽ
മനുഷ്യൻ്റെ രക്ഷയിലേക്കുള്ളതായ ഒരു ചുവടുവയ്പ് ആരംഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാസ്റ്റർ ബിനോയ്, കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷിതാവായി ഭൂമിയിൽ വന്നു എന്ന് തിരിച്ചറിയുന്നത് അത് ആരുടെ പ്രവൃത്തിയാണ്? അത് ഒരു മനുഷ്യൻ സ്വയമായി തിരിച്ചറിയുന്നതാണോ, അതോ ദൈവാത്മാവിനിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ, അതോ വചനം പഠിക്കുന്നത് കൊണ്ടാണോ, എന്ത് കാരണത്താലാണ്? അതിശക്തമായ ഒറ്റ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരൊറ്റ പ്രേരണ കൊണ്ട് മാത്രമാണ്. പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ അതിൽ വെളിപ്പെടുത്തുകയും അതിൻ്റെ ആഴങ്ങൾ പരിശോധിക്കാൻ തിരുവചനത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. പാസ്റ്റർ ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരൊറ്റ കൃപയും കൊണ്ട് മാത്രമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ല എങ്കിൽ ആർക്കും ദൈവപുത്രനെ തിരിച്ചറിയാൻ തക്കവണ്ണം കഴിയുകയില്ല. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കർത്താവ് യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും മാത്രമാണ് അത് കേട്ടതായി വേദപുസ്തകം പറയുന്നത്. എന്തുകൊണ്ടാണ് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് മറ്റനേകർ ഉണ്ടായിരുന്നിട്ടും ഈ രണ്ട് വ്യക്തികൾ മാത്രം ഈ ശബ്ദം കേട്ടത്? കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കമായിരുന്നു യോർദാനിലെ സ്നാനം. അപ്പോൾ ഈ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവത്താലാണ് അയക്കപ്പെട്ട് വന്നതെന്നും വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ അറിയാം. പക്ഷെങ്കിൽ അതുകൊണ്ടാണ് യോഹന്നാൻ വിലക്കുന്നത്. ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുകയല്ല, നീയാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത്. യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടതാകുന്നു. അങ്ങനെ അവസാനം ഒരു ബലപ്രയോഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒഴിഞ്ഞു മാറുവാണ്. അങ്ങ് എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, അങ്ങേ പെടുത്താൻ ഞാൻ യോഗ്യനല്ല. ഇത് വളരെ വ്യക്തമായിട്ട് ദൈവപുത്രനാണെന്ന് യോഹന്നാൻ അറിയാം. പക്ഷെങ്കിൽ പിതാവായ ദൈവം ഏറ്റവും തൻ്റെ പുത്രനെ അവിടെ പരസ്യമായി അംഗീകരിക്കുകയാണ്. പിതാവ് മാത്രമല്ല അംഗീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവും പിതാവും കൂടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വലിയ ഏക കാരണമെന്ന് പറയുന്നത് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി യോഹന്നാനോട് പറയാണ്, എൻ്റെ പ്രിയപുത്രന് വേണ്ടി ആണ് നീ സ്നാനപ്പെടുത്തുന്നത്, ഞാനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. പലപ്പോഴും യേശു പറയുന്ന കാര്യങ്ങൾ മറ്റ് പുരുഷാരും അറിയാതിരിക്കാൻ യേശു ആഗ്രഹിച്ചു. ഇത് ലോകത്തെ മുഴുവൻ സാക്ഷ്യപ്പെടുത്തി ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം പിതാവിന് ആ ഉദ്ദേശവുമില്ല. കാരണം നിൽക്കുന്ന ജനം മുഴുവൻ, ആ ക്രൗഡ് മുഴുവൻ ഈ ഒരു സംഭാഷണം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ പിന്നീട് യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവരാണ് മനസ്സിലാക്കേണ്ടത്. വാക്കും ഭാഷണവും കൂടാതെ പിതാവിൻ്റെ ശബ്ദം കേൾക്കാതെ തന്നെ യേശുവിൻ്റെ പ്രവൃത്തിയിൽ അവർ തിരിച്ചറിയണം, ഇതാണ് ദൈവത്തിൻ്റെ പ്രിയപുത്രൻ. അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം പിതാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ മാത്രം ആ ശബ്ദം കടന്നിയല്ലാതെ ഇവരിൽ മാത്രം. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവാണ് വരാനിരിക്കുന്നതായ മശിഹ എന്ന് തിരിച്ചറിയേണ്ടതായ ആവശ്യകതയും ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പാസ്റ്റൽസ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് ഉണ്ടായിരുന്നതായ ധാരാളം പ്രവചനങ്ങളുണ്ടായിരുന്നു. അവ എങ്ങനെയാണ് നിവർത്തിയായത്? എന്താണ് ഈ ജനന സമയത്ത് നിവർത്തിയായ പ്രവചനങ്ങൾ? തീർച്ചയായിട്ടും പ്രധാനമായിട്ടും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ളതായിരുന്നു പ്രവചനം. ആ പ്രവചനം ക്രിസ്തുവിൻ്റെ ജനനത്തോടെ നിവൃത്തിയാകുന്നു. ദാവീദിൻ്റെ മുളയിൽ നിന്നും ഒരു ഉത്ഭവിക്കാൻ ഇരിക്കുന്നതായ ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ലോകത്തിൻ്റെ രക്ഷകനായി ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്നുള്ളത് പ്രവചനമാണ്. ഇതൊക്കെയും ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നിവൃത്തിയായ പ്രവചനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ദാവീദിൻ്റെ ആ വംശപാരമ്പര്യത്തിൽ തന്നെ ആ ദാവീദിൻ്റെ കുറ്റിയിൽ നിന്നും മുളച്ചു വന്ന ഒരു മുള തന്നെയാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റർ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റനേകർ പല തരത്തിൽ മറ്റുള്ളവരോട് പറയുന്നു. ഇപ്പോൾ എനിക്കറിയാവുന്നതായ രീതിയിൽ ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു. നാം യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് വാസ്തവത്തിൽ എന്താണ് പറയേണ്ടത്? ലോകം മുഴുവൻ യേശുവിനെ ഒരു ചരിത്ര പുരുഷനായി കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു അവതാര പുരുഷനായി കാണാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ ലോകത്തിൻ്റെ അറിവ് അതാണ്. പക്ഷെങ്കിൽ ഒരു ചരിത്ര പുരുഷനോ ഒരു അവതാര പുരുഷനോ എന്നതിനേക്കാൾ അപ്പുറത്ത് മുഴു ലോകത്തിൻ്റെയും രക്ഷകനാണ്. രക്ഷ യേശുവിൽ കൂടി മാത്രമാണ്. യേശുവാണ് സകലത്തിൻ്റെ സൃഷ്ടാവും സകലത്തിൻ്റെ ഉടയവനും എന്ന ചിന്തയാണ് നാം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. മാത്രമല്ല, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവ് യേശു ക്രിസ്തു സാധ്യമാണ്. ആ യേശു കർത്താവിനെ രക്ഷകനായിട്ടും അവരുടെ വീണ്ടെടുപ്പുകാരനായിട്ടും
അവരുടെ സ്നേഹസമ്പന്നമായ പിതാവായിട്ടും വേണ്ട നിലയിൽ ചിത്രീകരിക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക, പരിചയപ്പെടുത്തുക എന്നൊരു വലിയ ഉത്തരവാദിത്വമാണ് സകല ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിനെ ഇന്ന് ലോകത്തിലുള്ളതായ അനേക മനുഷ്യർ അനേക തരത്തിൽ കാണുന്നുണ്ട്. മറ്റു പല മതസ്ഥരും യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടും യേശുക്രിസ്തുവിനെ ഒരു നല്ല ഒരു അധ്യാപകനായിട്ടും ടീച്ചറായിട്ടും ഗുരുവായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നാം ഹിന്ദുയിസത്തിൽ നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അവരുടെ ദൈവങ്ങളുടെ പട്ടികയിൽ ഒരു ദൈവമായിട്ട് കണക്കാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ കർത്താവായ യേശുക്രിസ്തു അവരുടെ മുഹമ്മദ് നബി ഉയർത്തെഴുന്നേൽക്കുന്നതിന് തൊട്ട് മുൻപ് വരണം എന്നുള്ളതായ ഒരു പ്രവചനം തന്നെ അവർക്കുള്ളതായിട്ട് പറയുന്നു. യേശുക്രിസ്തു ലോകത്തിൻ്റെ രക്ഷിതാവാണ്. എല്ലാ മതസ്ഥർക്കും എല്ലാ മനുഷ്യർക്കും സകല നാനാജാതി വിഭാഗത്തിൽപ്പെട്ട സകല ഭൂലോകത്തുള്ളവരുടെയും രക്ഷിതാവാണ് യേശുക്രിസ്തു എന്നുള്ളതായ ഒരു ചിന്ത മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ സകല ദേവന്മാരിലും ദൈവാദി ദേവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്നെ ആർ എന്ന് ചിന്തിക്കുന്നു? അതിന് പത്രോസ് മാത്രമാണ് നീ കർത്താവായ യേശു ജീവനുള്ളതായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞത്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നീ ആരോടും പറയരുത്, ഇത് നീ പറഞ്ഞതല്ല, ദൈവാത്മാവ് നിന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. ഒരു പക്ഷേ ഈ പാഠം പഠിക്കുന്നതായ സമയത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യങ്ങൾ അത് മറ്റുള്ളവർക്ക് യേശു ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിന് ഉപകരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാഠത്തിൻ്റെ അവസാനമായി പാസ്റ്ററുമായി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങ് ലോകത്തിൻ്റെ രക്ഷകനാണ് എന്ന് ഒരിക്കൽ കൂടി അവിടുത്തെ ദാസനായ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. ലോകം യേശുവിനെ നിസ്സാരമായി ഒതുക്കി നിർത്തുമ്പോൾ മുഴു ലോകത്തിൻ്റെയും രക്ഷകനാണ് ഞങ്ങളുടെ സ്വർഗീയ പിതാവെന്ന് കർത്താവ് യേശു എന്ന് പറയുവാൻ തക്കണം അവർ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാനും അനേകരെ ഈ വലിയ സത്യം അറിയാനും അവിടുന്ന് ഇടയാക്കണം. അടിയങ്ങളെ ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. തുടർന്ന് അവിടുത്തെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ ഈ പാഠത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പാസ്റ്റർ സിൽസിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ ബിനോയ്, താങ്ക് യു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ്. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. വരാനിരിക്കുന്നതായ രാജാവും ആകുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ ക്രൂശ് മരണത്തിൽ നാം നമ്മുടെ പ്രത്യാശ വെച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.